ബിസിനസ് കമ്മ്യൂണിറ്റി പോലും ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്നവർ വളരെ കുറവാണ്. അവർ വിശ്വസിക്കുന്ന അവർ എക്സ്പെർട്ടാണെന്നാണ്. അവർ എക്സ്പെർട്ടും ആയിരിക്കും, ശരിയായിരിക്കും, അവരുടെ സബ്ജക്റ്റിൽ അവർ എക്സ്പെർട്ടും ആയിരിക്കാം. പക്ഷേ എപ്പോഴും നമ്മളൊരു കൺസൾട്ടൻ്റ് ഇവിടെ പലപ്പോഴും ഒരു പല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് പല ആൾക്കാർ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ഒരു ബിസിനസ്സുകാർ വളരാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇൻവോൾവ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ പേഴ്സണാലിറ്റി ഡ്രിവൺ ബിസിനസ്സിനെ പറയാൻ പറ്റും, അതിനെ സെൽഫ് എംപ്ലോയി എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു കൺസൾട്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൂടിയാൽ മാത്രമേ ആ ബിസിനസ് പിന്നെ വളരുള്ളൂ. പക്ഷേ അത് പല ആൾക്കാർക്കും അറിയില്ല. ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പല ആൾക്കാർക്കും അറിയില്ല. അവരെല്ലാവരും വിശ്വസിക്കുന്നത് ഞാൻ എക്സ്പെർട്ടാണ്. പക്ഷേ എനിക്ക് മുഴുവൻ പൈസ പോയിട്ടുണ്ട്. ഞാൻ ഇഷ്ടം പോലെ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും കാണുവാണെങ്കിൽ പല ആൾക്കാരും പറയാറുള്ള കാര്യം, പിന്നെ ഞാൻ എത്ര കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്തുമാത്രം പൈസ കളഞ്ഞതാണ്. പറയുന്നത് തന്നെ കോൺട്രഡിക്ടറിയല്ലേ. ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ്, ഞാൻ ഒത്തിരി വർഷമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഇഷ്ടം പോലെ പൈസ കളഞ്ഞെന്നും പറയുന്ന ആൾ എക്സ്പെർട്ടാണെന്നാണ് സ്വയം അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും?